കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിധി സർട്ടിഫിക്കറ്റിനായി കോളേജിലേക്ക് എത്തുമ്പോഴേക്കും സർട്ടിഫിക്കറ്റിന് പ്രിൻസിപ്പാളിനെ കണ്ട് അപേക്ഷ നൽകണമെന്നും പ്രിൻസിപ്പാൾ ഇതുവരെ എത്തിയില്ലെന്നും വെയിറ്റ് ചെയ്യാനും പറയുന്നുണ്ട് അവളോട്. ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അരുണിന് എപ്പോഴേക്കും കോളേജിൽ നിന്ന് സ്റ്റീഫന്റെ വിളി എത്തുന്നുണ്ട്. നിധി കോളേജിൽ വന്നിട്ടുണ്ടെന്നും സർട്ടിഫിക്കറ്റ് എന്തോ കളഞ്ഞു പോയെന്നും ഇതിനെ റീഅപ്ലൈ ചെയ്യാനാണ് വന്നതെന്നും സ്റ്റീഫൻ പറയുമ്പോൾ അവളുടെ കൂടെ ആരെങ്കിലും ഉണ്ടോന്ന് അരുൺ ചോദിക്കുക. അവളുടെ ഒരു ക്ലാസ്മേറ്റ് മാത്രമാണുള്ളതെന്നും വേറെ ആരുമില്ലെന്നും വന്നാൽ അറിയിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അറിയിക്കുകയാണെന്നും അവൻ പറയുമ്പോൾ താൻ ഇപ്പോൾ എത്താമെന്ന് പറഞ്ഞ് അരുണും കോൾ വെക്കുകയാ. നിധിയും ശ്വേതയും ഓഫീസിന് പുറത്തിറങ്ങുമ്പോഴേക്കും പ്യൂൺ അങ്ങോട്ട് വന്ന് എന്തായിന്ന് ചോദിക്കുമ്പോൾ പ്രിൻസിപ്പലിനെ കാണാൻ പറഞ്ഞു. പ്രിൻസിപ്പൽ വന്നിട്ടില്ലെന്ന് നിധി പറയുമ്പോൾ സാർ വൈകുമെന്ന് തോന്നുന്നു എന്നയാളും. സാരമില്ല, വെയിറ്റ് ചെയ്യാം, വരുമ്പോ ഒന്ന് പറയണേ എന്ന് നിധി പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് അയാളും അവിടുന്ന് പോവുകയാ. അപ്പോഴാണ് നിധിയുടെ മൊബൈൽ റിങ് ചെയ്യുന്നത്. അവൾ മൊബൈൽ എടുത്ത് നോക്കിക്കൊണ്ട് ശ്വേതയോട് 1 മിനിറ്റ് എന്ന് പറഞ്ഞ് അപ്പുറത്തേക്ക് മാറി നിന്ന് ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും അപ്പുറത്ത് സുധീഷ് ആയിരുന്നു. പോയ കാര്യം എന്തായിന്ന് സുധീഷ് ചോദിക്കുമ്പോൾ പ്രിൻസിപ്പലിനെ കാണാതെ പറ്റില്ല, ആളെ വെയിറ്റ് ചെയ്യുക എന്ന് നിധിയും. അച്ഛൻ കൂടെ വന്നിട്ടുണ്ടല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ എന്ന് നിധിയും. അതെന്താ എന്നോട് പറയാത്തെ? ആൻഡ്രോസ് പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛൻ വഴിയിൽ കാറ് തടഞ്ഞു നിർത്തി കയറിയത് ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞിട്ടാണോ അച്ഛൻ വന്നേ എന്ന് നിധിയും. എന്തേലും പ്രശ്നമുണ്ടാക്കിയോന്ന് സുധീഷ് ചോദിക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലെന്ന് നിധിയും. നിധി എന്തേലും മോശമായിട്ട് പറഞ്ഞാലോ ബിഹേവ് ചെയ്താലോ അപ്പൊ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടേക്കണം, എവിടെയാണെങ്കിലും പ്രശ്നമില്ല, കേട്ടല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ അതെങ്ങനെ ചെയ്യുമെന്ന് നിധിയും. എങ്ങനെ ചെയ്യുമെന്ന് ആലോചിക്കൊന്നും വേണ്ട, അതങ്ങ് ചെയ്താൽ മതി, ഇവിടെ ആരും ചോദിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ എന്ന് സുധീഷ് പറയുമ്പോൾ ഞാൻ പ്രിൻസിപ്പളിനെ കാണാൻ വെയിറ്റ് ചെയ്യുകയാ, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് നിധിയും കോൾ കട്ട് ചെയ്യുകയാ. വീണ്ടും നിധി ശ്വേതയുമായി സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഓഫീസിൽ നിന്ന് മാഡം ഇറങ്ങി വന്ന് നിധി പ്രിൻസിപ്പാൾ സ്ഥലത്തില്ല, എന്തോ പേഴ്സണൽ ആവശ്യത്തിനായി ഔട്ട് ഓഫ് സ്റ്റേഷനാ, 3-4 ദിവസം കഴിഞ്ഞേ വരുമെന്ന് മെയിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്കെന്തായാലും സർട്ടിഫിക്കറ്റ്സ് കിട്ടിയേ തീരൂ മാഡം, ഞാൻ എന്നാ ഇനി വരേണ്ടത് എന്ന് നിധി ചോദിക്കുക. അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആദ്യം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി കൊടുക്കണം. ആ FIRന്റെ കോപ്പിയുമായിട്ട് വേണം ഇവിടെ വന്ന് അപേക്ഷ തരാൻ. അത് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കും എന്ന് മാഡം പറയുമ്പോൾ അതിനൊക്കെ ഒരുപാട് നാളാവില്ലേ മാഡം, വേറൊരു വഴിയുമില്ലെന്ന് നിധിയും. ഇല്ല നിധി, എത്രയും പെട്ടെന്ന് നീ ഇത് ചെയ്യാൻ നോക്ക്. ആദ്യം നീ ഇവിടെ ഒരു അപേക്ഷ താ, അത് വെച്ച് ഞാൻ ഒരു അക്നോളജ്മെന്റ് ലെറ്റർ തരാം, അതുമായി ചെന്ന് പരാതി കൊടുത്താൽ മതിയെന്ന് മാഡം പറയുമ്പോൾ നിധിയും ശരിയെന്ന് സമ്മതിക്കുക. മാഡം അവിടുന്ന് പോകുമ്പോഴേക്കും ഞാൻ ആദ്യം വന്ന് അന്വേഷിച്ചാൽ മതിയായിരുന്നു അല്ലേ? അപ്പൊ ഇതൊക്കെ മനസ്സിലായനെ, ഇപ്പൊ ഇത് നീ വെറുതെ വന്ന പോലായി എന്ന് ശ്വേത പറയുമ്പോൾ സാരമില്ല, ഇതൊക്കെ മനസ്സിലായല്ലോ എന്ന് നിധിയും. നമുക്ക് അപേക്ഷ എഴുതി കൊടുത്തിട്ട് പോവാമെന്ന് പറഞ്ഞ ശ്വേത അവളെയും കൂട്ടിക്കൊണ്ട് പോവുകയാ. അതെല്ലാം കഴിഞ്ഞ് അവർ മടങ്ങുന്നേരം നീ വീട്ടിലേക്കല്ലേ, ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് നിധി പറയുമ്പോൾ വേണ്ട, നീ പോയിക്കോ, എനിക്ക് HOD ഒന്ന് കാണണം, നീ വരുന്നോന്ന് ശ്വേത ചോദിക്കുമ്പോൾ ഇല്ല, എല്ലാവർക്കും ചോദിക്കാനുണ്ടാവുക കല്യാണ കാര്യമായിരിക്കും, നീ പോയിട്ട് വന്ന് നിധി പറയുമ്പോൾ എന്നാ പിന്നെ കാണാം, നീ വിളിച്ചാ മതി എന്ന് പറഞ്ഞ് ശ്വേത യാത്ര പറഞ്ഞു പോവുകയാ. നിധി ആ അക്നോളജ്മെന്റ് ലെറ്ററുമായി ടാക്സിയുടെ അടുത്തേക്ക് നടന്നു വരുമ്പോഴാണ് പെട്ടെന്നൊരു കാർ വന്ന് അവളുടെ മുന്നിൽ ബ്രേക്ക് ചവിട്ടുന്നത്. പരിഭ്രമത്തോടെ അവൾ നോക്കുമ്പോഴേക്കും കാണുന്നത് ദേഷ്യത്തോടെ തന്നെ നോക്കി കാറിലിരിക്കുന്ന അരുണിനെയാണ്. ആ ശബ്ദം കേട്ട് പെട്ടെന്ന് തന്നെ ഭാസ്കരനും കാറിൽ നിറങ്ങി വന്ന് എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്? കാർ നിർത്തിയിട്ടിരിക്കുന്നതും ആളുകൾ വഴി നടക്കുന്നതും കണ്ടൂടെ നിനക്ക് എന്ന് ഒച്ചയെടുക്കുമ്പോഴേക്കും അരുണും ദേഷ്യത്തോടെ കാറിന്നിറങ്ങി നിധിയുടെ മുന്നിലേക്ക് വന്ന് എന്താടി, ഞങ്ങളെ ആരെയും വേണ്ടാന്ന് പറഞ്ഞ് നീ ഇറങ്ങിപ്പോയതല്ലേ, ഇപ്പൊ നിനക്ക് സർട്ടിഫിക്കറ്റ്സ് വേണമല്ലേ? നിന്റെ കാശ് കൊണ്ടാണോ നീ പഠിച്ചത്? അല്ലല്ലോ, അച്ഛനല്ലേ നിന്നെ പഠിക്കാൻ അയച്ചത്. ഞങ്ങളെ നിനക്ക് വേണ്ട, ഞങ്ങളുടെ കാശ് കൊണ്ട് പഠിച്ച ഡിഗ്രി നിനക്ക് വേണം അല്ലേ? അതുകൂടി ഉപേക്ഷിച്ചു പോവാൻ മനസ്സ് വരുന്നില്ലേ നിനക്ക് എന്ന് അരുൺ ചോദിക്കുമ്പോൾ അച്ഛന്റെ പണത്തിന് നിങ്ങൾക്ക് മാത്രമാണോ അവകാശം എന്ന് നിധിയും ചോദിക്കുക. ഒരു ദിവസം ഞങ്ങൾ നിന്നെ തേടി വരുമെന്ന് വെല്ലുവിളിച്ചിറങ്ങി പോയതല്ലേടി നീ, ഇപ്പൊ അച്ഛന്റെ കാശിന് അവകാശവും പറയാൻ തുടങ്ങിയോ? എന്താടി ആ ഡ്രൈവർ നിന്നെ നടു റോഡിൽ ഉപേക്ഷിച്ചോ എന്നരുൺ വീണ്ടും ഒച്ചയെടുക്കുമ്പോ ഞാൻ നിങ്ങളുടെ വീട്ടുപടിക്കൽ ഭിക്ഷ തേടി വന്നതല്ല, ഞാൻ പഠിച്ച എന്റെ കോളേജിലേക്ക് എന്റെ സർട്ടിഫിക്കറ്റ്സ് വാങ്ങാൻ വന്നതാ. നിങ്ങൾ അനാവശ്യമായിട്ട് എന്നെ തേടി വന്ന് വഴക്കുണ്ടാക്കാൻ നോക്കുന്നതെന്ന് നിധിയും. ഇന്ന് ഞാൻ ഈ സർട്ടിഫിക്കറ്റ് കത്തിച്ച് കളയുമ്പോഴേ ഉറപ്പിച്ചതാ, ഒരു കാലത്തും നിനക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടാൻ പാടില്ലെന്ന്. അച്ഛനും അമ്മയെയും മറ്റു കുടുംബക്കാരെയും നാണം കെടുത്തി പോയിട്ട് നിനക്ക് മാത്രം അങ്ങ് ശരിയായി നടക്കണമല്ലേ? ഇല്ല, ഈ ജന്മത്ത് നിനക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്നില്ല എന്ന് അരുൺ വെല്ലുവിളിക്കുമ്പോൾ താൻ ആരാണെന്നാ തന്റെ വിചാരം? ഞാൻ പഠിച്ചു പാസ്സായ എന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ എനിക്ക് തന്റെ ഔദാര്യമൊന്നും വേണ്ട, അതെന്റെ അവകാശമാ, അത് ഞാൻ വാങ്ങിക്കും, അതിനുള്ള പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്റെ കയ്യിലെ ലെറ്റർ ഉയർത്തി കാണിച്ചുകൊണ്ട് നിധി പറയുകയാ. ഈ ഫോം എഴുതി കൊടുത്തോണ്ട് വന്നിരിക്കുകയാണോ, അതിന്റെ അഹങ്കാരമാണല്ലേ എന്ന് ചോദിച്ച് അരുൺ അവളുടെ കയ്യിൽ നിന്ന് ആ ലെറ്റർ പിടിച്ചു വാങ്ങി കീറി വലിച്ചെറിയുകയാ. നിധിയും ദേഷ്യത്തോടെ താനത് കീറിയല്ലേ, ഞാൻ സമാധാനത്തോടെ ജീവിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ല അല്ലേ?
എന്ന് ചോദിക്കുമ്പോൾ അതേടി, ഞങ്ങളെ നാണം കെടുത്തിയിട്ട് നീ മാത്രം അങ്ങനെ സമാധാനത്തോടു കൂടി ജീവിക്കണ്ട എന്നരുൺ പറയുമ്പോഴേക്കും ഭാസ്കരനും അങ്ങോട്ട് വന്ന് കുറെ നേരമായല്ലോ നീ വാചകമടി തുടങ്ങിയിട്ട്, എന്താ നിനക്ക് വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അരുൺ ഭാസ്കരനെ ഒരു തള്ളു വെച്ച് കൊടുക്കുമ്പോഴേക്കും ഭാസ്കരനും കാറിൽ ചെന്ന് തട്ടി വീഴുകയാ. ഇങ്ങോട്ട് വാടിയെന്നും പറഞ്ഞ് അരുൺ നിധിയുടെ കയ്യിൽ പിടിച്ചു വലിക്കുമ്പോഴേക്കും നിധിയും വിടുവിച്ചുകൊണ്ട് താൻ എന്താ ഗുണ്ടായിസം കാണിക്കുകയാണോ, പോലീസ് തന്നെ അകത്താക്കുന്നത് കാണണോ എന്ന് ചോദിക്കുന്നത് കേട്ട് ഓ കോളേജ് വിട്ടാ വീട്, വീട് വിട്ട കോളേജ്, അങ്ങനെ ആയിരുന്നവൾക്ക് ഇപ്പൊ പോലീസും കേസുമൊക്കെ സാധാരണ കാര്യമായോ? എടി നിന്നെക്കുറിച്ച് ഓർക്കുമ്പോഴേ നാണക്കേടുകൊണ്ട് തൊലി ഉരിഞ്ഞു പോവുക എന്ന് അരുൺ പറയുമ്പോ വായടക്കടോ, താനും കോളേജിൽ പോയി പഠിച്ചൊരുത്തനല്ലേ, ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ ഒരു തെരുവ് ഗുണ്ടയെ പോലെ പെരുമാറാൻ തനിക്ക് നാണം തോന്നുന്നില്ലേ എന്ന് നിധിയുടെ ചോദ്യം കേട്ട് ഇനിയും മിണ്ടിയ അടിച്ചു പല്ല് ഞാൻ കൊഴിക്കും, നിങ്ങളെ നാണം കെടുത്താൻ ഇനിയും ഈ നാട്ടിലേക്ക് വന്നു പോകരുത്, ഇറങ്ങി പോടി അവിടുന്ന് എന്നരുൺ പറയുമ്പോ അതിന് ഈ നാട് തനിക്ക് സ്ത്രീധനം കിട്ടിയതാണോ, ഞാൻ എന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നതാ, എന്നെ കാണാൻ തനിക്ക് വയ്യെങ്കിലേ താൻ വീടിനകത്തിരുന്നോണം എന്ന് നിധി പറഞ്ഞു തീരുമ്പോഴേക്കും അവളുടെ മുഖം അടച്ചൊന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കാണെ ഭാസ്കരനും ദേഷ്യത്തോടെ അവനെ തള്ളി മാറ്റിക്കൊണ്ട് പോക്കൃത്തരം കാണിക്കുന്നോടാ, ഒരു പെൺകുട്ടിയെ തല്ലാൻ നാണമില്ലേടാ നിനക്ക് എന്ന് ചോദിക്കുമ്പോ ആ ഡ്രൈവർ തെണ്ടിയുടെ തന്തയല്ലേടോ താൻ, കുറെ കാലം ജയിലിൽ കിടന്ന കൊലപ്പുള്ളി എന്ന് അരുൺ ചോദിക്കുമ്പോ അതേടാ ഭാസ്കരൻ കൊലക്കുറ്റത്തിന് ജയിലിൽ കിടന്നിട്ടുണ്ട്, പക്ഷെ ഇമ്മാതിരി പോക്കൃത്തരം ജീവിതത്തിൽ ഒരിക്കലും കാണിച്ചിട്ടില്ല എന്ന് പറയുമ്പോ ഞാൻ ഇവളെ അടിക്കും കൊല്ലും, താൻ എന്തു ചെയ്യും, എന്ത് ചെയ്യുമെന്ന് എന്ന് അരുണും ചോദിക്കുക. എന്ത് ചെയ്യുമെന്നോ എന്ന് ചോദിച്ച് ഭാസ്കരനും അവനെ ആഞ്ഞടിക്കുമ്പോഴേക്കും അവനും കാറിലേക്ക് വീഴുന്നുണ്ട്. ഡാ അടിച്ച് ചപ്പാത്തിയാക്കും ഞാൻ എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും താൻ ആരെയെ തല്ലിയതെന്നറിയോ എന്ന് അവന്റെ ഫ്രണ്ടും ചോദിക്കുക. നിനക്ക് വേണോടാ എന്ന് ചോദിച്ച അവനെയും അരുണിനെയും പൊതിരെ തല്ലുന്നുണ്ട് ഭാസ്കരൻ. എന്നിട്ട് ആൻഡ്രൂസിനോടായി ആൻഡ്രൂസെ മോളെയും കൊണ്ട് വണ്ടി കയറെന്ന് പറയുമ്പോഴേക്കും അരുണും ഫ്രണ്ടും ചെന്ന് ഭാസ്കരനെ അടിക്കാനായി തുടങ്ങുമ്പോഴേക്കും നിധി ചെന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുക. ഭാസ്കരൻ ഒരു വിധത്തിൽ അരുണിനെ തള്ളി മാറ്റുമ്പോഴേക്കും അവൻ നടന്നു ചെന്ന് കാറിൽ നിന്ന് ഒരു കത്തിയെടുത്ത് വരുന്നുണ്ട്. ആ സമയമത്രയും അരുണിന്റെ ഫ്രണ്ട് ഭാസ്കരനെ പുറകിന്ന് പിടിച്ചു വെച്ചിരിക്കുക. നിധിയും ആൻഡ്രൂസും അവനെ വിടുവിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും മോള് ചെന്ന് വണ്ടി കയറെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഭാസ്കരൻ. അപ്പോഴേക്കും ഭാസ്കരന്റെ അരികിലേക്ക് നടന്നു ചെന്ന് എന്താടാന്ന് ചോദിച്ച് ഭാസ്കരനിട്ട് കുത്തുമ്പോഴേക്കും നിധിയും പേടിച്ച് നിലവിളിച്ച് കണ്ണടച്ച് നിൽക്കുക. ഭാസ്കരൻ വേദന കൊണ്ട് പുളയുമ്പോഴേക്കും നിധി കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് അരുൺ കുത്താനായി ഒങ്ങിയ കത്തി കൈ കൊണ്ട് പിടിച്ചു വെച്ചിരിക്കുന്ന ഭാസ്കരനെയാണ്. ഭാസ്കരൻ കാലുകൊണ്ട് അരുണിനെ ആഞ്ഞു ചവിട്ടുമ്പോഴേക്കും കത്തിയും അവനും നിലത്തേക്ക് തെറിച്ചു വീഴുകയാ. അരുണും ദേഷ്യത്തോടെ എഴുന്നേറ്റ് ഭാസ്കരന് നേരെ ഓടിച്ചെല്ലാൻ തുടങ്ങുമ്പോഴേക്കും കോളേജിലെ ജീവനക്കാർ അങ്ങോട്ട് വന്ന് എന്തായി കാണിക്കുന്നത്, നിങ്ങളുടെ തെരുവ് യുദ്ധമൊന്നും ഇവിടെ വേണ്ട, ഞങ്ങൾ പോലീസിനെ വിളിക്കും, അടിയും വഴക്കുമൊക്കെ കോളേജിന്റെ ഗേറ്റിന് വെളിയിൽ ഇറങ്ങി പോവാൻ നോക്കടോ എന്ന് പറയുമ്പോഴേക്കും അരുൺ തന്റെ ഫ്രണ്ടിനെ വിളിച്ചോണ്ട് കാറുമെടുത്ത് പോവുകയാ. കൈനിറയെ ചോരയുമേ നിൽക്കുന്ന ഭാസ്കരനെ നോക്കിക്കൊണ്ട് അയ്യോ ചോര, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്ന് പരിഭ്രമത്തോടെ പറഞ്ഞ് ഭാസ്കരനെ കാറിലേക്ക് കയറ്റുകയാണ് നിധിയും ആൻഡ്രൂസും. ഭാസ്കരനെയും കൊണ്ടുള്ള ആ യാത്രക്കിടയിൽ നിധി ടെൻഷനോടെ അച്ഛന്റെ കൈ നോക്കിക്കൊണ്ട് അയ്യോ എത്ര ചോരയാ പോകുന്നേ, ഏതേലും ഹോസ്പിറ്റലിൽ പോകുന്ന ആൻഡ്രൂസിനോടായി പറയുമ്പോഴേക്കും പോവാമെന്ന് ആൻഡ്രൂസും ഏയ് അതൊന്നും വേണ്ടെന്നേ, നീ ഇങ്ങനെ പേടിക്കല്ലേ എന്ന് ഭാസ്കരൻ പറയുമ്പോ നന്നായിട്ട് വേദനിക്കുന്നുണ്ടോ എന്ന് ഭാസ്കരന്റെ കൈ ചേർത്ത് പിടിച്ചിരിക്കുന്ന നിധി ചോദിക്കുക. അതൊന്നും കുഴപ്പമില്ല മോളെ, നിന്റെ ചേട്ടൻ എന്താ ഇങ്ങനെ, വിദ്യാഭ്യാസമില്ലേ അവനെ, ആളുകളുടെ മുന്നിൽ വെച്ച് ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോഴേക്കും നിധിയും ആകെ പരിഭ്രമത്തോടെ ചേട്ടാ ഒന്ന് വേഗം പോ ചേട്ടാ എന്ന് ആൻഡ്രൂസിനോടായി പറയുക. അത് കാണേ ഭാസ്കരനും ഈ പെണ്ണിന്റെ ഒരു കാര്യം ഒന്നുമില്ല മോളെ, ചെറിയൊരു മുറിവല്ലേ എന്ന് പറയുകയാ. പിന്നീട് ഹോസ്പിറ്റലിലെത്തി മുറിവ് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാസ്കരനെയാണ് കാണിക്കുന്നത്. ഡോക്ടറുടെ അരികിലിരിക്കുന്ന നിധിയോടായി പേരെന്താന്നാ പറഞ്ഞേ എന്ന് ഡോക്ടർ ചോദിക്കുക. ഭാസ്കരൻ എന്ന് നിധി പറയുമ്പോൾ വയസ്സ് എത്രയാന്ന് ഡോക്ടറും. 60-61 കാണുമെന്ന് നിധി പറയുമ്പോൾ കുട്ടിയുടെ ആരാ, അച്ഛനാണെന്ന് ഡോക്ടർ. അല്ല ഭർത്താവിന്റെ അച്ഛനാന്ന് നിധിയും. അത് കേൾക്കെ ഭാസ്കരനും സന്തോഷമാവുകയാ. നിധിക്കൊരു ഫോം നൽകി അതിൽ സൈൻ ചെയ്യാൻ പറഞ്ഞ് ഡോക്ടർ ഭാസ്കരനടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും സുധീഷിനെ വിളിച്ച് പറയട്ടെന്ന് ആൻഡ്രൂസ് ചോദിക്കുക. വേണ്ട, വെറുതെ എന്തിനാ അവർക്ക് ടെൻഷൻ കൊടുക്കുന്നത്, പാവം എന്നെ ചീത്ത വിളിക്കുന്നത് കണ്ട് ഇടപെടാൻ വന്നതാ എന്ന് പറഞ്ഞ് നിധി ഭാസ്കരന്റെ അരികിലേക്ക് ചെന്ന് എന്തായി എന്ന് ചോദിക്കുമ്പോ ഒന്നുമില്ല മോളെ, ഒരു പോറലേ ഉള്ളൂ എന്ന് ഭാസ്കരനും. പോറലൊന്നുമല്ല, 4 സ്റ്റിച്ചുണ്ട്, 3 ദിവസം കൂടുമ്പോൾ ഡ്രസ്സ് ചെയ്യണം, ഒരാഴ്ച കഴിഞ്ഞ് അഴിക്കാം, പഴുക്കാതിരിക്കാനുള്ള മരുന്ന് തരാം, പിന്നെ പെയിൻ കില്ലറും എന്ന് പറഞ്ഞ് ഡോക്ടർ ആ ലിസ്റ്റ് നിധിയുടെ കയ്യിൽ കൊടുത്ത് ഇത് ഫാർമസി കൊടുത്താൽ മതി, അവിടുന്ന് മരുന്ന് തരും, ബില്ലും അവിടെ തന്നെ അടയ്ക്കാം എന്ന് പറഞ്ഞ് ഡോക്ടർ പോകുമ്പോഴേക്കും നിധി ആൻഡ്രൂസിനോടായി വണ്ടിയിൽ എന്റെ പേഴ്സ് ഒന്ന് എടുക്കാമോ, ഫാർമസിയിലോട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് പറയുമ്പോൾ ആൻഡ്രൂസ് പേഴ്സ് എടുക്കാനായി പോവുകയാ. നിധിയും അച്ഛനോടായി അച്ഛാ ഞാൻ ബില്ലടച്ചിട്ട് വരാം എന്ന് പറയുമ്പോൾ കാശ് ഞാൻ തരാമെന്ന് പറഞ്ഞ് അച്ഛൻ പോക്കറ്റിൽ കൈയിടുമ്പോഴേക്കും വേണ്ട എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് നിധി പോകുമ്പോഴേക്കും അങ്ങോട്ട് വന്ന നഴ്സിനോടായി മരുമോളാ പക്ഷേ മോളുടെ സ്ഥാന എന്ന് പറഞ്ഞ് ചിരിയോടെ ഇരിക്കുന്നുണ്ട് ഭാസ്കരൻ.
പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് പാട്ടൊക്കെ വെച്ചുള്ള യാത്രയിൽ ഭാസ്കരൻ കയ്യിലെ കെട്ട് തിരിച്ചും മറിച്ചും നോക്കുന്ന കണ്ട് വേദനയുണ്ടോ എന്ന് പുറകിലിരിക്കുന്ന നിധി ചോദിക്കുക. ഇറച്ചിയിൽ കത്തി തട്ടിയാ പിന്നെ വേദനിക്കാതിരിക്കോ എന്ന് ചിരിയോടെ ഭാസ്കരനും ചോദിക്കുമ്പോൾ വേദന മാറാൻ പെയിൻ കില്ലർ തന്നിട്ടുണ്ട്, തരട്ടെ എന്ന് നിധി ചോദിക്കുക. അയ്യോ വേണ്ടായേ, ജീവിതത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്, ജനിക്കുന്നവരെ കണ്ടിട്ടുമുണ്ട്, അതിന്റെ മുന്നിൽ ഇതൊന്നുമല്ല കുട്ടി, ഒരു മുള്ളു കുത്തുന്ന പോലെ മാത്രം എന്ന് പറഞ്ഞ് പാട്ട് ഇഷ്ടമാവാതെ അത് ഓഫ് ചെയ്യാനായി ആൻഡ്രൂസിനോട് പറയുകയാ ഭാസ്കരൻ. അത് കാണേ നിധിയും ഞാൻ ഫോണിൽ പാട്ട് വെക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വെക്കാനായി ഭാസ്കരനും. അങ്ങനെ നിധി വെച്ച പാട്ടും ആസ്വദിച്ചുള്ള യാത്രക്കിടയിലാണ് ആൻഡ്രൂസ് ഉറങ്ങിപ്പോയത് കണ്ട് ഡാ നീ ഉറങ്ങുന്നോ, വല്ല പാണ്ടി ലോറിയുടെയും അടി പോയി കഴിഞ്ഞാൽ നീ സമാധാനം പറയോ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ ആ ബിരിയാണി കഴിച്ചില്ലേ അതിന്റെയാന്ന് ആൻഡ്രൂസും. അപ്പൊ ബിരിയാണി കഴിച്ചതിന് ഇപ്പോഴാണ് ഉറക്കം തൂങ്ങുന്നത്, നീ ഇതാരോടാ പറയുന്നത്, നീ അങ്ങോട്ട് പോകുന്ന വഴി ഏതെങ്കിലും ചായക്കടയിൽ നിർത്ത്, എന്നിട്ടൊരു ചായ കുടിക്കേ എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. പിന്നീട് അവൻ ഒരു ചായക്കടയുടെ മുന്നിൽ വണ്ടി നിർത്തി ഇറങ്ങാൻ നേരം നിങ്ങൾക്ക് വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഭാസ്കരൻ നിധിയെ നോക്കുന്നേരം എനിക്കും വേണ്ട എന്ന് നിധിയും. ഞങ്ങളുടേതും കൂടി ചേർത്ത് നീ അങ്ങ് കുടിച്ചോ, കയ്യിൽ കാശുണ്ടോടാ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ ഉണ്ട് ചേട്ടാന്നും പറഞ്ഞ് ആൻഡ്രൂസ് ചായ കുടിക്കാനായി പോകും. നിധി അപ്പോഴേക്കും വെള്ളം എടുത്തു കുടിച്ച് ഭാസ്കരനെ തന്നെ ടെൻഷനോടെ നോക്കിയിരിപ്പാ. അത് കാണുന്ന അയാളും നീ എന്തിനാ മോളെ എന്നെ തന്നെ നോക്കിയിരിക്കുന്നേ, എത്രയോ നല്ല മനുഷ്യരെ വേറെ കാണാനുണ്ടെന്ന് പറയുമ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് നിധിയും. എന്താ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടരുതെന്ന് നിധിയും. നീ ചോദിക്കെന്ന് ഭാസ്കരൻ പറയുമ്പോൾ തെറ്റാണെങ്കിൽ പൊറുക്കണമെന്ന് നിധി. ചോദിക്കുമോളെ എന്ന് ഭാസ്കരൻ പറയുമ്പോൾ നിങ്ങളുടെ വൈഫിനെ കൊന്നത് നിങ്ങൾ തന്നെയാണോ എന്ന നിധിയുടെ പരിഭ്രമത്തോടെയുള്ള ചോദ്യം കേട്ട് ഭാസ്കരൻ ഒരു നിമിഷം ദേഷ്യത്തോടെ ഇരുന്ന് അവളെ മാത്രമല്ല അനേകം ആളുകളെ കൊന്നു തള്ളിയിട്ടുണ്ട്, എന്റെ വീട്ടിൽ വന്ന് ആരെങ്കിലും തൊന്തരവുണ്ടാക്കിയ അവരെയും കൊല്ലും, നിന്റെ ആ തടിമാടൻ ചേട്ടനോടും ഒന്ന് പറഞ്ഞു വെച്ചേക്ക്, ഭാസ്കരന് കൊലപാതകം എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ലെന്ന് എന്ന് പറഞ്ഞ് ഭാസ്കരൻ ചിരിക്കുമ്പോഴേക്കും നിധിയും ആകെ പരിഭ്രമത്തോടെ ഇരിപ്പാ. ആൻഡ്രൂസ് വന്ന് വണ്ടിയെടുക്കുമ്പോഴേക്കും പരിഭ്രമത്തോടെ തന്നെ നോക്കിയിരിക്കുന്ന നിധിയെ കണ്ട് ഭാസ്കരനും ചിരി വരികയാ. രാത്രിയാവുമ്പോൾ കിളിക്കൂടിന്റെ ഉമ്മറത്തെ പടിക്കെട്ടിൽ നിധി വരുന്നത് നോക്കി ടെൻഷനോടെ ഇരിപ്പാണ് സുധീഷ്. ഉമ്മറത്തിട്ട കസേരയിൽ ഹരീഷും മൊബൈൽ നോക്കിയിരിപ്പാ. എടാ ഹരീഷേ, വണ്ടി നിയമം കഴിഞ്ഞിട്ട് കുറെ നേരമായെന്ന് പറഞ്ഞല്ലോ, എന്താടാ ലേറ്റ് ആവുന്നേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ എത്ര തവണയായി ഇത് എന്നോട് തന്നെ ചോദിക്കുന്നു, എന്നാ പിന്നെ വണ്ടി എടുത്തു പോയി അന്വേഷിച്ചൂടെ എന്ന് ഹരീഷ്. സുധീഷ് ടെൻഷനോടെ അവിടുന്ന് എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി എന്റെ വിഷമം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ, എടാ അവൾ പോയി കഴിഞ്ഞാൽ തിരിച്ചെത്തുന്നത് വരെ എനിക്ക് ടെൻഷനാ എന്നവൻ പറയുമ്പോൾ പറ്റിച്ചു കൊണ്ടുവന്നതല്ലേ, ഇട്ടേച്ചു പോകുമോന്നുള്ള ടെൻഷനാണെന്ന് ഹരീഷും. അത് കേൾക്കെ സുധീഷും എന്താടാ പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് ഏട്ടന്റെ വിഷമത്തിന്റെ കാരണം മനസ്സിലായി എന്ന് പറയുമായിരുന്നു എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലായി എന്ന് സുധീഷും. നിങ്ങൾക്ക് നടന്നു എന്ന് പറഞ്ഞത് ഒരു കള്ള കല്യാണം, തിരിച്ചു വന്നില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ടല്ലേ എന്നോട് ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് അവന്റെ അടുത്തേക്ക് നടന്നു ചെന്ന് എടാ മൊരടാ, അവളെ കാണാതെ വരുമ്പോ എന്റെ മനസ്സിൽ ഉത്കണ്ഠ ഇങ്ങനെ തള്ളി തള്ളി വരികയാണ്, അതിന്റെ പേരാണ് ലവ്, ഇഷ്ക്, പ്രേമം, മുഹബത്ത്, പ്രണയം. അത് തിരിച്ചറിയാനേ മനസ്സിനൊരു മൃദുലത വേണം, നിനക്കതില്ലെന്ന് സുധീഷ് പറയുമ്പോ ഓ ഇയാളുടെ അത്ര മൃദുലത എനിക്ക് വേണ്ടെന്ന് ഹരീഷും. അപ്പോഴേക്കും നിധിയും കൊണ്ട് ടാക്സി അങ്ങോട്ട് എത്തുകയാ. അവർ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും സുധീഷും അങ്ങോട്ട് ഓടിച്ചെന്ന് അച്ഛന്റെ കയ്യിലെ കെട്ടെല്ലാം കണ്ട് ഇതെന്തു പറ്റി, എടാ വണ്ടി വല്ലയിടത്തും കൊണ്ടുപോയി ചാമ്പിയോ എന്ന് ആൻഡ്രൂസിനോടായി ചോദിക്കുമ്പോൾ ഇല്ലെന്ന് ആൻഡ്രൂസും. സുധീഷ് അമ്പരപ്പോടെ നിധി നിനക്ക് വല്ലതും പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ കയ്യിൽ നിന്നൊന്നും പറ്റിയതല്ല, ഞാൻ ശ്രദ്ധയോടെ ആ വണ്ടി ഓടിച്ചതെന്ന് ആൻഡ്രൂസും. അത് കേൾക്കെ ഭാസ്കരനും നീ ഓടിക്കുന്നത് ഞാൻ കണ്ടതല്ലേടാ, നിന്റെ കയ്യിലുള്ള ലൈസൻസ് കത്തിച്ചു കളഞ്ഞിട്ട് ആദ്യം പോയി ഡ്രൈവിംഗിന് ചേർന്ന് പഠിച്ച് പുതിയ ലൈസൻസ് എടുത്ത് നീ എന്നെ കാണിക്കേ, ആളെ കേറ്റാവൂ എന്ന് അച്ഛൻ പറയുന്നത് കേൾക്കെ അപ്പോൾ ശരിക്കും വണ്ടി തട്ടിയോ എന്ന് സുധീഷും. ആക്സിഡന്റ് ഒന്നുമല്ല, അകത്തോട്ട് വാ ഞാൻ പറയാമെന്ന് പറഞ്ഞ് നിധി അച്ഛനെയും കൊണ്ട് ഉമ്മറത്തേക്ക് ചെല്ലുമ്പോഴേക്കും അങ്ങോട്ട് ഇറങ്ങി വന്ന സുഭാഷും അച്ഛാ ഇതെന്താ കൈക്ക് പറ്റിയേ എന്ന് ചോദിക്കുമ്പോൾ അതൊരു അങ്കത്തഴമ്പടാ. പ്രതിയോഗി പ്രതീക്ഷിക്കാതെ ഉറുമിയെടുത്ത് വീശി. രിജയ്ക്ക് വെട്ടിയൊഴിയാൻ പറ്റാത്തോണ്ട് കൈവച്ച് തടുത്തു. എന്താ മതിയോ, ഒന്നുമില്ലടാ എന്ന് പറഞ്ഞ അച്ഛനും ഉമ്മറത്തേക്ക് കയറിയിരിക്കുകയാ. സുധീഷ് അപ്പോഴേക്കും ആൻഡ്രൂസിനോടായി എടാ സത്യം പറയണം എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോ അത് നിന്റെ വൈഫിന്റെ ബ്രദർ ഇല്ലേ, അയാൾ കോളേജിൽ വന്നിരുന്നു, അടിയും ബഹളവുമായി ആകെ പ്രശ്നമായി എന്ന് പറയുമ്പോ എടാ നീ ഒരു കാര്യം ചെയ്യ്, നീ പൊക്കോ, ഞാൻ നാളെ രാവിലെ സെറ്റിൽ ചെയ്യാം എന്ന് പറയുമ്പോ രാവിലെ തന്നെ വേണം എന്ന് ആൻഡ്രൂസും ഓർമ്മിപ്പിക്കുക. ആടാ 10 മണിക്ക് മുന്നേ ഫോണിൽ മെസ്സേജ് വന്നിരിക്കും പോരെ എന്ന് സുധീഷ് പറയുമ്പോൾ അത് സമ്മതിച്ച് ആൻഡ്രൂസും കാറും എടുത്ത് പോവുകയാ. സുധീഷ് നിധിയുടെയും കൂട്ടരുടെയും അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും എന്താ മോളെ ശരിക്കും ഉണ്ടായതെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. വരുന്ന വഴി ആരെങ്കിലുമായി അടിയുണ്ടാക്കിയോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ഇയാളുടെ വീട്ടുകാർ വന്ന് അടിയുണ്ടാക്കിയല്ലേ എന്ന് സുധീഷും ചോദിക്കുക. അടിയുണ്ടാക്കിയോ, അങ്ങനെയാണോ അച്ഛന്റെ കൈ മുറിഞ്ഞത്
എന്ന് സുഭാഷും അമ്പരപ്പോടെ ചോദിക്കുമ്പോൾ ഏട്ടത്തിക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് അവൾ പറയുമ്പോൾ എടാ ശരിക്കും എന്താ ഉണ്ടായെന്ന് സുധീഷും. കോളേജിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഞാൻ ചെന്നതറിഞ്ഞ് ചേട്ടൻ കോളേജിലേക്ക് വന്നു. കുറെ ചീത്ത പറഞ്ഞു, എന്നെ അടിച്ചു. അപ്പോ അച്ഛൻ ഇടപെട്ടു എന്ന് പറഞ്ഞ് നിധി നടന്ന സംഭവങ്ങളെല്ലാം ഓർത്തെടുത്ത് പറയുകയാ. അച്ഛൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനാകുമായിരുന്നു ആശുപത്രിയിൽ. എനിക്കുള്ളത് അച്ഛൻ വാങ്ങിയതെന്ന് നിധി ടെൻഷനോടെ പറയുമ്പോൾ എടോ തന്റെ ചേട്ടൻ എന്താ വലിയ റൗഡിയാണോ? കത്തിയും കൈ വെച്ചോണ്ടാണോ പുള്ളി എപ്പോഴും നടക്കാറ്? ഇതുകൊണ്ടാണ് ഞാൻ കൂടെ വരാന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് സുധീഷ് പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.